continuous random variable f with PDF f of f equal to n1 by n2 raised to n1 by 2 beta n1 by 2 n2 by 2 f raised to n1 by 2 minus 1 by 1 plus n1 by n2 f raised to n1 plus n2 by 2. Range 0 less than or equal to f less than infinity equal to 0 otherwise. This is called a f distribution. Usually denoted by f of n1 n2 degrees of freedom, where n1 and n2 are the parameters of the distribution. Mean of f distribution ആണ് mean equal to expectation of f ആണ്, which is equal to integral 0 to infinity f into f of f df. അപ്പോൾ ഇവിടെ റേഞ്ച് സെയിം തന്നെ, integral 0 to infinity f into f of f എന്ന് പറഞ്ഞാൽ n1 by n2 raised to n1 by 2 beta n1 by 2 n2 by 2 f raised to n1 by 2 minus 1 by 1 plus n1 by n2 f raised to n1 plus n2 by 2. അല്ലെങ്കിൽ നമുക്ക് n1 by 2 n2 by 2 എന്ന് എഴുതിയാലും മതി, df ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കോൺസ്റ്റന്റ് ടൈം പുറത്തേക്ക് എടുക്കാം. എന്തായിരുന്നു? n1 by n2 raised to n1 by 2 by beta n1 by 2 n2 by 2 എനിക്ക് പുറത്തേക്ക് എടുത്തു. ബാക്കി എഫിനെ ഇതിൻ്റെ കൂടെ പോയാൽ 0 to infinity f raised to n1 by 2 plus 1 minus 1 എന്നാവും. താഴത്തെ ടൈം 1 plus n1 by n2 f raised to, ഇതിനെ നമുക്ക് എഴുതാം n1 by 2 plus n2 by 2 എന്ന് എഴുതിയേക്കാം ഇൻറ്റു ഡി എഫ് ആണ്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത് y ഈക്വൽ ടു എന്ത് കൊടുക്കാം? n1 by n2 f. താഴത്തെ ടൈമിൽ ഈ ഭാഗത്തുള്ള ടൈമാണ് 1 പ്ലസ് കഴിഞ്ഞുള്ള ടൈമിനാണ് നമ്മളത് കൊടുക്കുന്നത് y എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എഴുതും n2 by n1 y ഈക്വൽ ടു f എന്ന് കിട്ടും. അതേപോലെ dy ഈക്വൽ ടു എന്ത് കിട്ടും? n2 by n1 df ആണ്. അപ്പം n1 dy by n2 എന്ന് പറയുന്നതാണ് ഡി എഫ് എന്ന് പറയുന്നത്. ആ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, റേഞ്ചിന് വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, ഇസ് ഈക്വൽ ടു n1 by n2 റേസ് ടു n1 by 2 ബീറ്റ n1 by 2 n2 by 2. ഓക്കെ, ഇവിടെ റേഞ്ച് 0 to infinity ആണ്. എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? വൈയുടെ വാല്യൂ. അപ്പം എങ്ങനെ എടുക്കാം? n2 by n1 by n1 y ആണ്, raised to n1 by 2 plus 1 minus 1 all divided by, ഇവിടെ എങ്ങനെ കൊടുക്കാം? നമുക്ക് ഇതിനകത്തുള്ളത് 1 plus y ആവും. 1 plus y raised to n1 by 2 plus n2 by 2 into എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? n1 by n2. ഇവിടെ dy കിട്ടുന്നത് n1 by n2 ആണ്. മുമ്പ് ഇതിനകത്ത് മിസ്റ്റേക്ക് വന്നത്. അപ്പം n2 by n1 ആണ് ഇവിടെ കിട്ടുന്നത്. n2 by n1 dy. ഓക്കെ, ഇനി ഇതിനകത്ത് നമ്മൾ അറേഞ്ച്മെൻറ്റ് നടത്തുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഒരു n1 by n2 raised to n1 by 2 ഉണ്ട്. ഇവിടെ നോക്കിയാൽ n2 by n1 raised to ഉണ്ട്. n2 by n1 raised to n1 by 2 plus 1 minus 1 into ഒരു n2 by n1. ഈ n1 ഇതുണ്ട്. ഓക്കെ, താഴെ ബീറ്റ n1 by 2 n2 by 2 0 to infinity y raised to n1 by 2 plus 1 minus 1 by 1 plus y raised to n1 by 2 plus n2 by 2 into df.
ഡി എഫിന് വരും ഡി വൈ വരും. അപ്പോൾ നോക്കി ഇത് തമ്മിൽ റെസിപ്രോക്കലാണ്. ഇത് n2/n1ഉം n1/n2 എന്ന് പറയുന്നത് റെസിപ്രോക്കൽ ടേമാണ്. അപ്പോൾ അതും ഇതും കൂടെ ക്യാൻസൽ ആവും. -1ഉം +1ഉം എന്താവും, ക്യാൻസൽ ആയിപ്പോവും. ഈ ടേമും ക്യാൻസൽ ആയിപ്പോവും. ബാലൻസ് ഇവിടെ ഒരു n2/n1 ഉണ്ട്. n2/n1 ബൈ ബീറ്റ n1/2 n2/2. അത് റേഞ്ച് 0 to ∞. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു y അതേപോലെ തന്നെ നിർത്തി. എങ്ങനെ എഴുതി? n1/2 +1 -1 എന്ന് എഴുതി. അപ്പോൾ പിയുടെ സ്ഥാനത്ത് ഈ ടേമാണ് വന്നേക്കുന്നത്. ബാലൻസ് 1 + y⁻². അതിനെ നമ്മൾ അങ്ങനെ അറേഞ്ച് ചെയ്യുക. അങ്ങനെ എഴുതാൻ n1/2 +1 പ്ലസ് ഇവിടെ എന്തൊരു n1/2 മാത്രമേ ഉള്ളൂ, നമ്മൾ 1 അഡീഷണൽ ആയിട്ട് കൊടുത്തു. n2/2 -1. അപ്പോൾ ഈ +1ഉം -1ഉം പോയി ക്യാൻസൽ ആവും. മുകളിലത്തെ ടേം അതേപോലെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? n2/n1 ഇവിടെ ഓൾറെഡി ഉണ്ട്. ബീറ്റ n1/2 n2/2 ഉണ്ട്. ഇതിനെ എങ്ങനെ എഴുതണം? ബീറ്റ n1/2 +1 n2/2 -1. ബീറ്റ ടൈപ്പ് 2 ബീറ്റയുടെ ഡെഫിനേഷൻ വെച്ചുള്ള ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. ബീറ്റയുടെ ഡെഫിനേഷനാണ്. ഇനി ഇതിനകത്ത് വാല്യൂ കൊടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, ഇതിനകത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. ആദ്യത്തെ എന്തുണ്ട്? ഇവിടെ n2/n1 ഉണ്ട്. ഇതിനെ മാറ്റിയാൽ ഗാമ n1/2 ഗാമ n2/2 ബൈ ഗാമ n1/2 പ്ലസ് n2/2. ഇതിന് മുകളിലത്തെ മാറ്റിയാൽ ഗാമ n1/2 +1 ഗാമ n2/2 -1 ബൈ ഗാമ n1/2 +1 പ്ലസ് n2/2 -1. അപ്പോൾ +1ഉം -1ഉം ക്യാൻസൽ ആവും. ഈ ടേമും ഫുള്ളായിട്ട് ക്യാൻസൽ ആയിപ്പോകും. ബാക്കിയുള്ള ടേമിനെ നമുക്ക് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. നിങ്ങളുടെ എസ്എ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്ന കേസാണ് കേട്ടോ. ഈക്വൽ ടു എന്ത് ചെയ്യാം? n2/n1. മുകളിലത്തെ ഇതിനെ മാറ്റിയാൽ n1/2 ഗാമ n1/2. ഇതിനെ അതേപോലെ തന്നെ എടുത്ത് ഗാമ n2/2 -1. താഴത്തെ ടേമിനെ മാറ്റിയാൽ ഇത് ഗാമ n1/2 ഗാമ n1/2. ഇത് ഗാമ n2/2. ഇതിനെ മാറ്റിയാൽ ഈ താഴത്തെ ടേമിലെ n2/2ൻ്റെ ടേമിനെ മാറ്റണം. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? 1 കിട്ടും. ഇതിനെ മാറ്റിയാൽ n2/2 -1 ഗാമ n2/2 -1. അപ്പോൾ നമുക്ക് ക്യാൻസൽ ആകുന്ന ഈ ടേമും കൂടെ ക്യാൻസൽ ആകും. ഗാമ n1/2 ഈ n1/2 ഈ n1ഉം ഈ n1ഉം കൂടെ ക്യാൻസൽ ആയിപ്പോൾ. ഓക്കെ, മുമ്പേ നമുക്ക് അവിടെ ആയിരുന്നു മിസ്റ്റേക്ക് പറ്റിയത്. ആ ടൈമിൽ n1/2ൻ്റെ ടേമാണ് മാറ്റുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ട ആൻസർ ഇങ്ങനെ മാറും. മുകളിൽ എന്തുകൊണ്ട്? ഒരു n2 ഉണ്ട്, /2 ഉണ്ട്. മുകളിലൊരു n2 ഉണ്ട്, ആ ടൈമിലൊരു n2 ഉണ്ട്. ഇവിടെ ഒരു ഈ 2ൻ്റെ /2 ഉണ്ട്. ഇവിടെ ഒരു n2/2 -1 ഉണ്ട്. അപ്പം n2/2 ഇൻറ്റു ഇവിടെ LCM എടുത്താൽ n2 - 2/2 2 ക്യാൻസൽ ആവും. നമുക്ക് മീൻ എന്ന് പറയുന്നത് n2/n2 variance of F distribution. Variance of F distribution. അപ്പോൾ വേരിയൻസ് ഓഫ് എഫ് എന്ന് പറയുന്നത് നമുക്ക് എഴുതാം വി ഓഫ് എഫ് ഈക്വൽ ടു ഇ ഓഫ് എഫ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ഇ ഓഫ് എഫ് സ്ക്വയർ കണ്ടുപിടിക്കണം. ഇ ഓഫ് എഫ് സ്ക്വയർ ഈക്വൽ ടു ഇന്റഗ്രൽ ബൈ ഡെഫിനേഷൻ വെച്ച് ഇന്റഗ്രൽ 0 to ∞ എഫ് സ്ക്വയർ ഇൻറ്റു എഫ് ഓഫ് എഫ് ഡി എഫ് ആണ്.
is equal to integral 0 to infinity f square into n1 by n2 raised to n1 by 2 beta n1 by 2 n2 by 2 f raised to n1 by 2 minus 1 by 1 plus n1 by n2 f raised to n1 by 2 plus n2 by 2 into df. അപ്പോൾ കോൺസ്റ്റന്റ് ടേംസിനെ എല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം. n1 by n2 raised to n1 by 2 by beta n1 by 2 n2 by 2 integral 0 to infinity. f എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുവന്ന f raised to n1 by 2 plus 2 minus 1 എന്ന് എഴുതാം. divided by 1 plus n1 by n2 f raised to n1 by 2 plus n2 by 2 into df. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഇതിനെ അറേഞ്ച് ചെയ്യാച്ചാൽ n1 by n2 raised to, അപ്പോൾ നമ്മൾ പ്രവർത്തനോട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. അപ്പോൾ y ഈക്വൽ ടു n1 by n2 f. അപ്പം dy ഈക്വൽ ടു എന്ത് കിട്ടും? n1 by n2 df ആവും. അപ്പം df കിട്ടണമെങ്കിൽ ഇവിടെ നിന്ന് കിട്ടുമല്ലോ n2 by n1 dy ഈക്വൽ ടു df ആവും. അതേപോലെ ഇവിടെ നിന്ന് നമുക്ക് f കണ്ടുപിടിക്കണമെങ്കിൽ n2 by n1 y ഈക്വൽ ടു f ആവും. ഈ വാല്യൂ ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. റേഞ്ചിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം റേഞ്ച് ആണ്. കാരണം എഫിന് 0 കൊടുത്താൽ y 0 ആവും, എഫിന് ഇൻഫിനിറ്റി കൊടുത്താൽ y ഇൻഫിനിറ്റി തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് n1 by n2 raised to n1 by 2 beta n1 by 2 n2 by 2 റേഞ്ച് 0 to infinity. ഇവിടെ എഫിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക? n2 by n1 y കൊടുക്കുക, ഹോൾ റേസ് ടു n1 by 2 plus 2 minus 1 എന്നിട്ട് ഡിവൈഡഡ് ബൈ താഴത്തെ ടൈമിൽ കൊടുത്ത 1 plus y raised to n1 by 2 plus n2 by 2 into dfൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം? n2 by n1 dy ആവും. മുമ്പ് ചെയ്ത സെയിം ഇത് is equal to n1 by n2 raised to n1 by 2 beta n1 by 2 n2 by 2. ഇതിന് കോൺസ്റ്റന്റ് ടൈം എല്ലാം ഈ പുറത്തേക്ക് എടുത്താൽ n2 by n1 raised to n1 by 2 plus 2 minus 1 into n2 by n1. ഇതിൻ്റെയും പുറത്തേക്ക് എടുത്ത് റേഞ്ച് 0 to infinity y raised to n1 by 2 plus 2 minus 1 by 1 plus y raised to n1 by 2 plus n2 by 2 dy. അപ്പോൾ നമുക്ക് ടേംസ് എല്ലാം ക്യാൻസൽ ചെയ്യാം. n1 by n2 raised to n1 by 2 n2 by n1 raised to n1 by 2, കാരണം ആദ്യത്തെ ടേമിൻ്റെ റെസിപ്രോക്കലാണ് രണ്ടാമത്തെ ടേം. അപ്പോൾ ഈ ടേമും ഫുള്ളും ക്യാൻസൽ ആയിപ്പോയി. ബാലൻസ് വരുന്നത് n2 by n1 raised to 2 minus 1, ദാറ്റ് ഈസ് 1 ടേം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു n2 by n1 ഉണ്ട്. അത് രണ്ടോട് ചേർമ്പോൾ സ്ക്വയർ ആവും. n2 by n1 സ്ക്വയർ ആവും. കാരണം ഇവിടെ 2 minus 1 എന്ന് പറയുന്നത് 1 കൊണ്ട് ഇവിടെ n2 minus 1 ബൈ ബീറ്റ n1 by 2 n2 by 2 0 to infinity. ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്യാം. y raised to n1 by 2 plus 2 minus 1 by താഴത്തേനെ അങ്ങനെ എഴുതിയാൽ 1 plus y raised to n1 by 2 plus 2 എഴുതുക. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതണം? n2 by 2 minus 2, കാരണം ഇവിടെ ഒരു 2 അഡീഷണൽ പി നമ്മുടെ ബീറ്റ 2ൻ്റെ മോഡലാണ്. 0 to infinity x raised to p minus 1 1 plus x raised to p plus 2. p മുകളിൽ ഏത് വരുന്നോ അത് തന്നെ ഇവിടെയും വരണമല്ലോ. ദാറ്റ് ഈസ് n1 by 2 plus 2 ആണ് പിയുടെ സ്ഥാനത്തേക്ക് വന്നത്. അപ്പോൾ 2ൻ്റെ സ്ഥാനത്ത് എന്ത് വരണം? n2 by 2 minus 2 എന്ന മോഡൽ വരണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിനകത്തുകൊണ്ട് സിംപ്ലിഫൈ ചെയ്തെടുക്കുക.
അപ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? n2/n1 the whole square ബീറ്റ n1/2 n2/2 ഇതെന്താവും മാറും? ബീറ്റ n1/2 പ്ലസ് 2 കോമ n2/2 മൈനസ് 2 n2/2 മൈനസ് 2. അപ്പോൾ ഇതിനകത്ത് കൊടുത്താൽ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ n2/n1 the whole square ഇക്വേഷൻ കൊടുത്താൽ ഗാമ n1/2 ഗാമ n2/2 ബൈ ഗാമ n1/2 പ്ലസ് n2/2. ഇതിൽ കൊടുത്താൽ ഗാമ n1/2 പ്ലസ് 2 ഗാമ n2/2 മൈനസ് 2 ബൈ ഗാമ n1/2 പ്ലസ് 2 പ്ലസ് n2/2 മൈനസ് 2 ആവും. അപ്പോൾ പ്ലസ് 2 മൈനസ് 2 ക്യാൻസൽ ആവും. ഈ ടേമും ക്യാൻസൽ ആവും. ഇനി ഇതിന് മുമ്പ് ചെയ്തതിൻ്റെ റൂട്ട് തന്നെ എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണതിന് ഗാമ p+1 എഴുതുന്ന രൂപത്തിൽ ഗാമ p+2 മാറ്റണം. ഓക്കെ, അപ്പോൾ നമുക്ക് അത് കിട്ടുന്ന ആദ്യം n2/n1 ഹോൾ സ്ക്വയർ ആണ്. ഗാമ n1/2 അതേപോലെ നിർത്തി. n2/2 ഇവിടെ -2 ആയതുകൊണ്ട് ആദ്യം n2/2 -1 ഗാമ n2/2 -1 എന്ന് എഴുതാം. ഓക്കെ, ഇനി ഇതിനെ മുകളിലത്തെ ടേമിനെ മാറ്റണമെങ്കിൽ ആദ്യം n1/2 പ്ലസ് 1 ഗാമ n1/2 പ്ലസ് 1 എന്ന് എഴുതുക. ഇതിന് മാറ്റമൊന്നുമില്ല, n2/2 മൈനസ് 2. ഇനി വീണ്ടും ഇതിനെ ഒന്നുകൂടെ ചേഞ്ച് ചെയ്താൽ n2/n1 the whole square അതേപോലെ തന്നെ ഗാമ n1/2 അതേപോലെ തന്നെ ഇതിനെ ഒന്നുകൂടെ മാറ്റുക. n2/2 മൈനസ് 1 മാറ്റമില്ല. ഇതിനെ മാറ്റിയാൽ n2/2 മൈനസ് 2 ഇൻറ്റു ഗാമ n2/2 മൈനസ് 2 എന്ന് കിട്ടും. ഇനി മുകളിലത്തെ ടീമിനെ മാറ്റിയാൽ n1/2 പ്ലസ് 1 ഗാമ n1/2 പ്ലസ് 1 എങ്ങനെ മാറ്റണം? ഗാമ n1/2 ഇൻറ്റു n1/2 പ്ലസ് 1. ശരിയാണേ. ഈ ടേമിനെ ഇങ്ങനെ മാറ്റണം. ഗാമ n1/2 പ്ലസ് 1 n1/2 ഗാമ n1/2 എന്നും ഗാമ n2/2 മൈനസ് 2 മാറ്റമില്ല. അപ്പോൾ ഈ ടേമും ക്യാൻസലായി. 2ൻ്റെ -2 ടേം ക്യാൻസലായി. n1/2 ഗാമ n1/2 ക്യാൻസലായി. ഓക്കെ, ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് വരുന്ന ടേംസ് ഇത്രയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഇങ്ങനെ മാറ്റാം. n2/n1 the whole square. ഇതിനെ എഴുതാം n1/2 പ്ലസ് 2 എന്നതിനെ നമുക്ക് ഇങ്ങനെ മാറ്റാം. n1 പ്ലസ് 2/2 എന്ന് എഴുതാം. ഇതിനെ n1/2 എന്ന് എഴുതാം. ഓക്കെ, താഴത്തെ ടേമിനെ n2 മൈനസ് 2/2 എന്ന് എഴുതാം. അടുത്ത n2 മൈനസ് 4/2 എന്ന് എഴുതാം. ഓക്കെ, ആ രണ്ട് ടേമുകൾ. അപ്പോൾ നമുക്ക് ഈ 2ഉം ക്യാൻസൽ ആയി കളയാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ നോക്കിയാൽ ഇവിടെ ഒരു n1 ഇൻറ്റു ഫൈനൽ ആൻസർ കിട്ടുന്നത് ഓക്കെ n2/n1² ആവും. മുകളിൽ എന്തുകൊണ്ട്? n1 പ്ലസ് 2 ഇൻറ്റു ഒരു n1 ഉണ്ട്. താഴെ n2 മൈനസ് 2 ഇൻറ്റു n2 മൈനസ് 4 ഉണ്ട്. ഇതിനകത്ത് ഒരെണ്ണം എണ്ണാകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആൻസർ ഇങ്ങനെ കിട്ടും. n2² ഇൻറ്റു n1 പ്ലസ് 2 ബൈ n1 ഇൻറ്റു n2 മൈനസ് 2 ഇൻറ്റു n2 മൈനസ് 4 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ ഇ ഓഫ് എഫ് സ്ക്വയറിൻ്റെ ആൻസർ. ഇനി വേരിയൻസ് കണ്ടുപിടിക്കാൻ ഇത് അതിനകത്ത് കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളതാണ്. അപ്പോൾ വേരിയൻസ് ഇനി കണ്ടുപിടിക്കാം. കാരണം ഇത് ഇച്ചിരി ലെങ്തി ആണ്. നിങ്ങൾക്ക് എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും ഇതെല്ലാം ചോദിക്കാം.
ഓക്കെ, അപ്പോൾ നമുക്ക് വേരിയൻസ് ഓഫ് എഫ് അങ്ങനെ കണ്ടുപിടിക്കാം. ഇ ഓഫ് എഫ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എഫ് ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇതിനകത്തുകൊണ്ട് കൊടുത്താൽ ഇ ഓഫ് എഫ് സ്ക്വയറിൻ്റെ വാല്യൂ n2 സ്ക്വയർ ഇൻറ്റു n1 പ്ലസ് 2 ബൈ n1 ഇൻറ്റു n2 മൈനസ് 2 ഇൻറ്റു n2 മൈനസ് 4 ആണ്, മൈനസ് n2 ബൈ n2 മൈനസ് 2ൻ്റെ സ്ക്വയർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്തോ കോമൺ എടുക്കാം, n2 സ്ക്വയർ ബൈ n2 മൈനസ് 2ൻ്റെ വാല്യൂ കോമൺ എടുക്കാം. n2 സ്ക്വയർ ഇങ്ങനെ കോമൺ എടുക്കാം, ഒരു n2 മൈനസ് 2 കോമൺ എടുക്കാം. ബാക്കി n1 പ്ലസ് 2 ബൈ n1 ഇൻറ്റു n2 മൈനസ് 4 മൈനസ് 1 ബൈ n2 മൈനസ് 2 കിട്ടും. ഇവിടെ LCM എടുത്താൽ n2 സ്ക്വയർ ബൈ n2 മൈനസ് 2 കൊണ്ടുവിടാം. ഇവിടെ LCM എടുത്താൽ n1 പ്ലസ് 2 ഇൻറ്റു n2 മൈനസ് 2 മൈനസ് n1 ഇൻറ്റു n2 മൈനസ് 4 ഡിവൈഡഡ് ബൈ n1 ഇൻറ്റു n2 മൈനസ് 4 ഇൻറ്റു n2 മൈനസ് 2 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനകത്ത് വാല്യൂസ് നമുക്ക് കിട്ടുന്നത് n2 സ്ക്വയർ ബൈ n2 മൈനസ് 2. ഇവിടെ LCM എടുത്ത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന മുകളിലത്തെ പ്രോഡക്റ്റ് n1 n2 പ്ലസ് 2 n2 മൈനസ് n1 n2 പ്ലസ് 2 n2 മൈനസ് 2 n1 മൈനസ് 4 മൈനസ് n1 n2 മൈനസ് 4 n1 ആണ് വരുന്നത് മുകളിൽ. ഓൾ ഡിവൈഡ് ബൈ താഴത്തേന് മാറ്റമൊന്നുമില്ല, n1 ഇൻറ്റു n2 മൈനസ് 4 ഇൻറ്റു n2 മൈനസ് 2 ആണ്. അപ്പോൾ ക്യാൻസൽ ആകുന്നത് n1 n2ൻ്റെ ടേം ക്യാൻസൽ ആയിപ്പോൾ. അപ്പോൾ ഇവിടെ കിട്ടുന്നത് n2 സ്ക്വയർ ഉണ്ട്. ഇവിടുന്ന് എല്ലായിടും എന്തുകൊണ്ട് ബാലൻസ് ഉള്ളത് 2 n2 പ്ലസ് 2 n2 മൈനസ് 2 n1 പ്ലസ് 4 n1 കൂടി ചേരുമ്പോൾ പ്ലസ് 2 n1 ആവും, മൈനസ് 4 ആവും. ഓൾ ഡിവൈഡ് ബൈ n1 ഇൻറ്റു n2 മൈനസ് 2ൻ്റെ സ്ക്വയർ ഉണ്ട്, n2 മൈനസ് 4 ഉണ്ട്. അപ്പോൾ 2 ഇങ്ങ് കോമൺ എടുത്താൽ 2 n2 സ്ക്വയർ ഇൻറ്റു n1 പ്ലസ് n2 മൈനസ് 2 ബൈ n1 ഇൻറ്റു n2 മൈനസ് 2ൻ്റെ സ്ക്വയർ ഇൻറ്റു n2 മൈനസ് 4. This is the variance of F distribution.